ഹലോ ഗൈസ്, അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യമൊക്കെ വ്ളോഗ് ചെയ്തിരുന്ന സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരുടെ ഭാഗത്തു നിന്നും. നമ്മൾ ഷോർട്ട് ഫിലിംസ് ഒരു 4-5 ചെയ്യുന്നുണ്ടായി, അതുപോലെ കുറച്ച് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടായി. അപ്പോൾ കുറേ ആയിട്ട് എന്താ വ്ളോഗ് ഇല്ലാത്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ആൻസറും, പിന്നെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും അതിന് കമൻ്റ് അടിച്ചിട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളത് വലിയൊരു യൂട്യൂബ് ചാനലൊന്നും അല്ലല്ലോ, ആകെ ഒരു 1K സബ്സ്ക്രൈബേഴ്സുള്ള ചെറിയൊരു ചാനലാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരിക. തീർച്ചയായിട്ടും ഇനി എന്നും ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോസായിട്ട് ഞാൻ വരും. നമ്മുടെ ജോലീൻ്റെ ഓരോ തിരക്കുകളും കാര്യമായിട്ടായിരുന്നു ഒരുപാട് കാലമായിട്ട് വീഡിയോസൊന്നും ഇല്ലാതിരുന്നത്. പിന്നെ ഈ ഒഴിവ് സമയങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്കൊരു വീഡിയോസൊക്കെ ചെയ്യാമെന്നപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുമ്പ് വരും. ഇപ്പോൾ ഞാൻ തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂർ പോകുന്ന വഴിയാണ്. ഇപ്പോൾ നമ്മുടെ ഈ പുതിയ NH-66 പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്നൊരു NH ആണിത്. ഇപ്പോൾ ഇത് ശരിക്കും നമ്മുടെ വിഴിഞ്ഞം പുതിയ തുറമുഖം വരുന്നുണ്ടല്ലോ തിരുവനന്തപുരത്ത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നമ്മുടെ മുംബൈ പോർട്ട് വരെ ഉള്ള ഒരു ഹൈവേ പ്രൊജക്റ്റായിരുന്നു ഇത്. ഇപ്പോൾ പല കാരണങ്ങളാലും ഇത് വരില്ല, കേരളത്തിൽ നടപ്പാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൈകിപ്പോയ ഒരുപാട് വൈകിപ്പോയ ഒരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കലൊക്കെ നമ്മൾ സംസ്ഥാന സർക്കാരിനെ ഏറ്റെടുത്ത് ഇപ്പോൾ ഇതിൻ്റെ പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഹി ബൈപ്പാസൊക്കെ ഇപ്പോൾ 1-2 കൊല്ലം മുമ്പ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെയൊക്കെ കിട്ടില്ല റോഡാണ് നമ്മളെ കേരളം. ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള എല്ലാ ഏരിയയിലും ജോലിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച റോഡാണ് മാഹിയിലെ പണി തീർന്ന ബൈപ്പാസ് റോഡ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു വലിയ മെച്ചമൊന്നും തോന്നില്ല, പക്ഷേ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് അടിപൊളിയായിരിക്കും. കേരളത്തിൻ്റെ ഒരു തല മുതൽ ഒരു തല വരെ നീണ്ടു നിൽക്കുന്ന നമുക്ക് ഒരു നല്ലൊരു ഹൈവേ അല്ലല്ലോ ശരിക്കും, അതിനുള്ളൊരു പരിഹാരമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പോയപ്പോൾ ജസ്റ്റ് നമുക്കൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ.